ഇവിടെ ഞാൻ ഇടക്കുകാരി ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഈ മൗലവിമാരെ പലപ്പോഴും സുന്നികളുടെ തലീകെട്ട് കളിയാക്കും. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തൊപ്പി വെച്ചാൽ അത് ഇസ്ലാമിലില്ലെന്ന് പറയും. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ തലയിലൊരു മുണ്ടിട്ടാൽ അത് ഇസ്ലാമിലില്ലെന്ന് പറയും. ഇവര് കേരളത്തില് എല്ലാ സ്ഥലങ്ങളിലും തൊപ്പിയോ അല്ലെങ്കിൽ തലപ്പാവോ അതുമല്ലെങ്കിൽ ഒരു തലമറക്കാനുള്ള ഒരു തുണിയുടെ കഷ്ണം പോലുമില്ലാതെ അങ്ങനെ വലിയ ക്രൈസ്തവ പാതിരിമാരെ പോലെ ഇവർ. എന്നാൽ ഇവര് തന്നെ ഗൾഫിലെത്തിയ അറബികളെ പൈസ കിട്ടണമല്ലോ, അതിനുവേണ്ടി ഇവര് ചട്ടി വെക്കും, മുണ്ട് വെക്കും. അങ്ങനെ അവസരോചിതം ഓന്തിനെ പോലെ നിറം മാറുന്ന ചില മൗലവിമാരുടെ ചിത്രം നിങ്ങൾ നോക്കൂ. സഹോദരങ്ങളെ, അത് ഓന്തിന്റെ ചിത്രം. തൊപ്പിയും തലപ്പാവും പരിഹസിക്കുകയും അത് പറഞ്ഞ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ കളിയാക്കുകയും ചെയ്യുന്ന മുജാഹിദ് മൗലവിമാർ അറബികൾക്ക് മുമ്പിലെത്തുമ്പോൾ കവാത്ത് മറക്കുന്നു. എവിടുന്നാണ് ഇവർക്ക് ഈ തൊപ്പി എന്നാ മനസ്സിലാകാത്തത്? സക്കരിയ സലാഹിന്റെ തലയിൽ കണ്ടില്ലേ നിങ്ങൾ ചട്ടി കമഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ഗൾഫിൽ പ്രസംഗിക്കുന്നത്. അബ്ദുറഹ്മാൻ സലഫിയും ഹുസൈൻ സലഫിയും എല്ലാം തൊപ്പിയും തലപ്പാവും മുണ്ടും അണിഞ്ഞുകൊണ്ടാണ് സഹോദരങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്. അവസരോചിതം നിറം മാറുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അവർ തന്നെ കോഴിക്കോട്ടെ എയർപോർട്ടിൽ സഹോദരങ്ങളെ വിമാനമിറങ്ങിയാൽ തൊപ്പിയും മുണ്ടും മാറ്റി അതുകൊണ്ട് കോണകം ചുറ്റി വീണ്ടും മൗലവി അനുയായികളുടെ അനുചരന്മാരുടെ കുഞ്ഞാടുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ വഞ്ചിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ പണ്ഡിതന്മാര് ഇവിടെ വയത് പറയുമ്പോൾ ഏത് തൊപ്പിയും തലപ്പാവുമാണോ ധരിക്കുന്നത്, അതേ തൊപ്പിയും തലപ്പാവും ദുബൈയിൽ ചെന്നാലും അബുദാബിയിൽ ചെന്നാലും അമേരിക്കയിൽ ചെന്നാലും ഉണ്ടാവും.